അത് തുടങ്ങല്ലേ, കുറേ കാര്യങ്ങൾ നടന്ന് മുല്ലപ്പൂല്ല. ആദ്യം എനിക്ക് ഇത് കേൾക്കാനിപ്പോൾ ഇവിടെ നിൽക്കുക. അച്ചാറ് ഞാൻ ഇന്നലെ കേട്ടു കേട്ടോ. അച്ചാറ് ട്രാക്ക് കേട്ടു. ഫസ്റ്റ് കേട്ടപ്പോൾ അച്ചാറ് പറയുന്നത് അച്ചാറ് ഞാൻ ഇന്നലെ കേട്ടു. ഫസ്റ്റ് ഞാൻ ട്രാക്ക് കേട്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ ആ സാധനം ചെറുതായിട്ടൊന്നും വർക്കായില്ല. ഈ ഒരുമാതിരി എന്തൊക്കെയോ പറയുന്ന പോലത്തെ ഫീൽ വന്ന്. പിന്നെ കേൾക്കണതിനനുസരിച്ച് എന്തൊക്കെയോ എവിടൊക്കെയോ ഒരു സാധനം ഉണ്ട്. റൈസഡ് യൂസ് ദ സെയിം ലൂപ്പ് എമിവേ പൈസ ആ സാമ്പിൾ ഭയങ്കരമായിട്ട് പരിചിതമുള്ള ഒരു സാമ്പിൾ പോലെ തോന്നി. എന്തായാലും വീഡിയോ ഉണ്ടോ അച്ചാറിൻ്റെ എന്നിട്ട് ബാക്കി പറയാം. അല്ലേ ബ്രോ പയ്യൻ്റെ ഒപ്പം ഒരു ഡ്രോപ്പ് ഉണ്ടാകുമെന്നാ? ആര് പയ്യൻ്റെ കൂടെ? പയ്യൻ്റെ ഒപ്പം ഇല്ല ബ്രോ. വെള്ളിമൂങ്ങ ആയതുകൊണ്ടല്ലേ വെള്ളി കളറിൽ കൊടുത്തിട്ടുള്ള, അല്ലേ സോറി വെള്ളി മെറ്റാലിക്കാണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ ഓഫ് ആക്കണേ വൃത്തിന്നാ. ബാക്ക്ഗ്രൗണ്ട് ബൊക്കെ ഉണ്ടോ നോക്കട്ടെ. ആ പോർട്രേറ്റ് ഉണ്ട്, ഓഫാക്കി. ഇപ്പോൾ സെറ്റല്ലേ? ഞാൻ ക്യാമറ സെറ്റാക്കിയിട്ടില്ല. അതാണ് ഞാൻ പിന്നെ ഈ ലാപ്പിൻ്റെ വെബ് ക്യാമിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കുറേ സാധനങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വരുന്നത് നല്ല രീതിയിൽ വീഡിയോ ആക്കിയിട്ട് ഇറക്കാം. ഏടാ മോനെ, JBT ഇല്ല ചാറ്റിൽ. JBT എത്തിയിട്ടില്ല. ഏതാ മേക്കിംഗ് അല്ലേ? എന്താ മക്കളെ വർത്താന സുഖല്ലേ? മലബാർ ഹലാക്ക് വന്നു ചൊല്ല ചക്ക ചന്ത ചക്ക മുതലന തത്തിന ജിബിടി കുറ്റിയാക്കിന അല്ലാണ്ട് പിന്നെ തോളി കയറ്റി നടന്നോന തുട്ടം പരിക്കിട്ട് കള്ള കൊണ്ണയാക്കി. അച്ചാറ് മുന്തിരിച്ചാർക്ക് കൊടുക്കും. എടാ സംഭവം ഞാനത് ഫുള്ള് ട്രാക്ക് കേട്ട് ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറയുന്നത്. ഞാൻ വേറെ രീതിയിലൊന്നും ഒരാളെ സപ്പോർട്ട് ചെയ്ത് കണ്ടോ വേറെ ആളെ ഇതാക്കിയാണ്ടോ ഒന്നും സംസാരിക്കില്ല. ഞാൻ ഫുള്ള് ട്രാക്ക് കേട്ടു. ഒരു ഡിസ് എന്ന് പറഞ്ഞിട്ട് അത്ര വലിയൊരു ഡിസ്സായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല സാധനം. പറയാനുള്ളത് എന്തൊക്കെയോ പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ ഞാൻ അങ്ങനെയാണ് നോക്കിയത് ഇങ്ങനെയാണ് ആക്കിയത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ എനിക്ക് ആ ഒരു ഡിസ് പോലെ ഒന്നും തോന്നിയില്ല. ആൻഡ് മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ മൂപ്പർക്ക് ഉത്തരം കൊടുക്കാൻ കുറേ ആളുകളുണ്ട്. അവർക്കൊന്നും സൗണ്ട് ലൈക്ക് കോക്രാപ്പ് അങ്ങനെ മൂപ്പർക്ക് ഉത്തരം കൊടുക്കാൻ കുറേ ആളുകളുണ്ട്. അവർക്കൊന്നും ഉത്തരം കൊടുക്കാണ്ട് ഇത് എന്തോ സേഫ് മൂവ് എനിക്കറിയില്ല. ഇനി ചിലപ്പോൾ യങ് തന്ത ഒരു ആൾട്ടർ ഈഗോ എന്നുള്ള മോഡലൊക്കെയാണ്, ഒരു ഡാർക്ക് ഷെയ്ഡിലൊക്കെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിലിനി ഏതൊക്കെയാണ് നമുക്കിനി വരാൻ പോകുന്ന ട്രാക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഒക്കെ അവസ്ഥ എന്താണെന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു ഡിസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം മുന്നിലേക്ക് ഇറക്കിയപ്പോൾ MHR ഈസ് നോട്ട് ഹാംഡ് ഇൻ ദിസ് വൺ. എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്. കാരണം നമ്മൾ അങ്ങനത്തെ ഡിസ്സുകൾ കണ്ടു. ആ ഒരു ഡിസ്സിൻ്റെ ഒരു കാലം കഴിഞ്ഞു. ഡിസ്സല്ലേ ഇത്, ഡിസ്സാണിത്. പക്ഷേ ഹാം ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ ഫീൽ ചെയ്തത്.
അല്ലാക്ക് വന്ന് ചൊല്ല ചക്ക ചന്ത ചക്ക മുതലെന്നെ താത്തിന ജിബിടി കുറ്റിയാക്കിന അല്ലാണ്ട് പിന്നെ ധൂളി കയറ്റി നടന്നോന തിട്ടം പരിക്കിട്ട് കള്ള കൊണ്ണയാക്കിന ചെറുപട കണകഥ ജില്ല കിടന്നോനെ വന്ന വഴി മറന്നിട്ട് ജിജായിന ചെല്ലി ചെല്ലി ചള്ളു തൊള്ള മെല്ലെ മെല്ലെ ചെന്ന് മങ്ങലിട്ടും വാരി പൂത്തി ചെല്ല 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 മങ്ങയാലും ചെല്ല ചെല്ല മാങ്ങ ചാറും ചെല്ല ചെല്ല കടക്കിൻ ദർശനം കണ്ടി കുട്ടി ചെല്ല ചാറും ചെല്ല ചെല്ല മാങ്ങയാലും ചെല്ല ചെല്ല മാങ്ങ ചാറും ചെല്ല ചെല്ല കടക്കിൻ ദർശനം കണ്ടി കുട്ടി ചെല്ല ചാറും ചെല്ല ചെല്ല അവിടെ മാങ്ങ നാരങ്ങ സീന് വീഡിയോ കേട്ടോ, പ്രൊഡക്ഷൻ വേറെ മൂഡാണ്. ചെല്ല ചെല്ല വന്ന വഴി മറന്നിട്ട് ജിജായിന ചെല്ലി ചെല്ലി ചള്ളു തൊള്ള മെല്ലെ മെല്ലെ ചെന്ന് മങ്ങലിട്ടും വാരി പൂത്തി ചെല്ല 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 മങ്ങയാലും ചെല്ല ചെല്ല മാങ്ങ ചാറും ചെല്ല ചെല്ല കടക്കിൻ ദർശനം കണ്ടി കുട്ടി ചെല്ല ചാറും ചെല്ല ചെല്ല മാങ്ങയാലും ചെല്ല ചെല്ല മാങ്ങ ചാറും ചെല്ല ചെല്ല കടക്കിൻ ദർശനം കണ്ടി കുട്ടി ചെല്ല ചാറും ചെല്ല ചെല്ല അവിടെ മാങ്ങ നാരങ്ങ നെല്ലിക്ക വെള്ളുള്ളി അച്ചാർ നല്ല മാങ്ങ വാറ്റി അച്ചാറട്ട മക്കളെ അല്ലാക്ക് വന്ന് ചൊല്ല ചക്ക ചന്ത ചക്ക മുതലെന്നെ താത്തിന ജിബിടി കുറ്റിയാക്കിന അല്ലാണ്ട് പിന്നെ ധൂളി കയറ്റി നടന്നോനെ തിട്ടം വാരി എറിഞ്ഞിട്ട് കണക്കൊണ്ണ ബ്രോ MHR കുറേ ഡിസ് ഇറക്കിയിട്ടില്ലേ, അതിനൊരു മറുപടി ആയിട്ടാണോ ഇങ്ങനെ ഒരു സാധനം പിടിച്ചത്? ഒരു കൊല്ലം കഴിഞ്ഞ് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നെയിം ഡ്രോപ്പ് ചെയ്യാനില്ല, എൻ്റെ ഉറപ്പേലും കാണിക്കണം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഹാം ചെയ്തിട്ടല്ല ഇത് കൊടുത്തിട്ടുള്ളത്, എനിക്കങ്ങനെ ഫീൽ ചെയ്തത്. അതായത് MHRന് ഇനി റിപ്ലൈ കൊടുക്കാനാണെന്നുണ്ടെങ്കിലും ഇതിൽ എന്ത് വെച്ചിട്ടാണ് റിപ്ലൈ കൊടുക്കുക? ഇത് കേട്ടത് പകുതി ആൾക്കാർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. ഞാൻ തന്നെ JBT അതിൻ്റെ ലിറിക്സ് എഴുതി തന്നപ്പോൾ ഞാൻ അതിങ്ങനെ വായിക്കണത്. ഞാൻ മലപ്പുറത്തു നിന്നാണ്. ഈ കുറേ സാധനങ്ങളൊന്നും നമുക്ക് മനസ്സിലാവണില്ല, പിന്നെ കേട്ടിട്ട് ഉള്ള രീതിയിൽ നമുക്ക് സാധനം കിട്ടുന്നുള്ളൂ. പിന്നെ ലൈക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒക്കെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ റിപ്ലൈ ഡിസ് എന്ന് പറഞ്ഞാൽ അതിൽ കാര്യങ്ങൾ പറയണം, അതിൻ്റേതായിട്ടുള്ള വ്യക്തമാക്കലുണ്ടാവണം. ഇത് നോർമലായിട്ട് എനിക്കൊന്നും തോന്നിയില്ല, എനിക്കൊന്നും ഹാം ചെയ്ത പോലെ തോന്നിയില്ല. പക്ഷെ പാട്ട് ഒരു വൈബുണ്ട്. ആദ്യം കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് അലമ്പ് തോന്നി. ആദ്യം കേട്ടിട്ട് ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു, ആ സാധനം തന്നെ തീട്ടപ്പറമ്പ്. എനിക്കത് ഭയങ്കരമായിട്ട് ചിരി വന്നു ആ ഭാഗം കേട്ടപ്പോൾ. ഇൻസ്റ്റയിൽ അങ്ങനെ ഇട്ടിൻ്റെത്. പിന്നെ കേൾക്കുമ്പോൾ തലാട്ടാൻ പറ്റും, പക്ഷേ ഇതൊരു ഡിസ്സാണോ ഡിസ്ട്രാക്കാണോ ഒരു ക്വാളിറ്റി ട്രാക്കാണോ എന്ന് ചോദിച്ചാൽ എനിക്കത് തോന്നിയിട്ടില്ല. ഓനക്ക് ഓൻ്റെ കാര്യം പറയണ്ടേ? ഓൻ്റെ കാര്യം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയാട്ടോ. അല്ലാക്ക് വന്ന് ചൊല്ല ചക്ക ചന്ത ചക്ക മുതലെന്നെ താത്തിന ജിബിടി കുറ്റിയാക്കിന അല്ല. പിന്നെ ഇജിജ് നമ്മുടെ എസ്സയുടെ ഇജിജും ഇതേ ഒരു സ്ലാങ്ങിലാണ് പോകുന്നത് ട്രാക്ക്. ഐ ലൈക്ക് ദിസ് വൺ മൈ ഫസ്റ്റ് ലിസൺ ഇറ്റ് സെൽഫ്, മേ ബി ഐ എം ടു യൂസ് ടു മ്യൂസിക് ലൈക്ക് ദിസ്. മേ ബി അതാവും. എനിക്ക് ഫസ്റ്റത്തേൽ അത് സെറ്റായില്ല, പക്ഷേ കേട്ടോണ്ട് നിൽക്കുമ്പോൾ രസമുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ ബ്രേക്ക് ഡൗണും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി വീണ്ടും ഇങ്ങനെ കേട്ടോണ്ടിരുന്നത്. അപ്പോൾ ആ ജിജി 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 ആ ഭാഗങ്ങളൊക്കെ ലൈക്ക് കുറേ ആളുകൾ റീയൂസ് ചെയ്യും എന്ന് തോന്നുന്നുണ്ട് ആ സാധനം. മലബാർ സൗത്ത് സൈഡ് ഇല്ല, എസ്സിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളതിനെ കുറിച്ച് സംസാരിക്കരുത്. പിന്നെ ധൂളി കയറ്റി നടന്നോനെ തിട്ടം വാരി എറിഞ്ഞിട്ട് കണക്കൊണ്ണയാക്കിന അഞ്ചാറ് കഥ ചാറായ പോയി കഥ ഊതിയാക്കിയ ബും കഥ എന്താലെ നോക്കട. പഞ്ചാര കുഞ്ചു മഞ്ചായി നിൽക്കണ തഞ്ചായി നിൽക്കണ പൊണ്ണായി പാറു വലിയ വൈബ് തോന്നിയില്ല. മനുവായ കഥ പൂട്ടിയാണ്ട് നടക്കട പൂട്ടിയാണ്ട് പോയാണ്ട പണിയുണ്ട് പോയിക്കട. സാറായി പിന്നെ ചാറായി സോറായി നീരായി പീരായി ജാരായി ചാറായി അപ്പറളും ചെല്ല ചെല്ല കടകിന്റെ സ്നട്ടും കൂട്ടി. ഈ സാധനമൊക്കെ ഫസ്റ്റ് കേട്ടപ്പോൾ ഞാൻ ശരിക്കും നല്ലോണം ചിരിച്ചിട്ടാ, സത്യം പറയല. എന്തോ കാട്ടറ് എന്തൊക്കെയാ പറയുന്നതെന്നൊന്നും കിട്ടുന്നില്ല. ആ അവസ്ഥയിലായിരുന്നു ഫുള്ള്. ഫസ്റ്റത്തെ ലിസണ് ഞാൻ അങ്ങനെ കേട്ടത്. ഒരു ഡിസ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ബാർസ് ഓൺ ബാർസ് ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കല്ലേ. പ്രത്യേകിച്ച് ഡാബ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ഒരു ഡിസ് വരിക എന്ന് പറയുമ്പോൾ നമ്മൾ
മേ ബി ഞാൻ പ്രതീക്ഷിച്ചു കൊടുത്തുള്ള തെറ്റാവും. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ ഇങ്ങനെ ആയിപ്പോയി. എനിക്കറിയില്ല. പറളം ചെല്ല ചെല്ല ഭാം 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 കടുകിന സ്ട്രെങ്കും കൂട്ടി ഭാം ഭാം അതെ എനിക്കും തോന്നി. എന്ത് പറയാ, ആ ചെല്ല 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 അയിന് ജായിട്ടില്ല ജില്ല ജല്ല 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 അയിന് ജായിട്ടില്ല ജില്ല ഹലാക്ക് വന്നു ചൊല്ല ചക്ക ചന്ത ചക്ക മുതലെന്നെ താത്തിനജി പിടി കുറ്റിയാക്കിന അല്ലാണ്ട് പിന്നെ തോളി കയറ്റി നടന്നോന തീട്ടം വാരി എറിഞ്ഞിട്ട് കള്ള കൊള്ളയാക്കിന ഇതിൻ്റെ ഫസ്റ്റ് ഇറക്കിയ ഒരു പോസ്റ്റർ ഇജ്ജ് 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 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാക്കായിരുന്നു. അതിൻ്റെ ആദ്യത്തെ പേര് ഇജ്ജ് ജിജ് എന്നായിരുന്നു തോന്നുന്നുണ്ട്. കാരണം യങ് തന്ത അതേപോലെ ഡാബ്സി റൈസറും കൂടെ ഉള്ള ഒരു ട്രാക്ക് ഇതിന് മുന്നേ അനൗൺസ് ചെയ്തിരുന്നു. പിന്നെ അതിൻ്റെ ആൽബമായിട്ട് കാണാണ്ടായി. പിന്നെ അതിൻ്റെ ആൽബമായിട്ട് കാണുന്നില്ലായിരുന്നു. പിന്നെയാണ് അച്ചാർ എന്ന് പറഞ്ഞിട്ട് ആ ട്രാക്ക് ഇറക്കിയതെന്ന് തോന്നുന്നുണ്ട്. സോ ആ ഇജ്ജ് ജിജ് 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 ഈ സാധനമൊക്കെ അതിലും വരുന്നുണ്ട്. ആ ട്രാക്കിൻ്റെ പേര് ഇജി ജിജി എന്നായിരുന്നു. ഞാൻ ചിലപ്പോൾ അതിൻ്റെ ഇത് കിട്ടുമോ നോക്കട്ടെ, ആൽബമായിട്ട് കിട്ടുമോ നോക്കട്ടെ. ഒരു മിനിറ്റ്, എൻ്റെ ഫോണവിടെ ഫോൺ ഇവിടെ അല്ലേ ഫോണ്. ഒരു മിനിറ്റ്, ആൽബമായിട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ അയച്ചുതരാം. റബ്സി റോഡ് ദിസ് ആഫ്റ്റർ ഇസ് ഫോർത്ത് ലൈനാ. എന്തായിരുന്നു മനസ്സിലായില്ല. ജീനിയസ്. കിങ്ങിണിച്ചാറ് ഞാൻ ആ ഒരു അവസ്ഥയിൽ അത് കേട്ടിരുന്നത്. എനിക്ക് എന്തോന്നാണ് ഭയങ്കരമായിട്ട് ലൈക്കായി ആ സാധനം. ആ ലാസ്റ്റത്തെ ആ വരികളുണ്ടല്ലോ, അത് നമുക്കിങ്ങനെ ഒരു മൂഡ് വേറെ തന്നെ തന്നു. എല്ലാ സാധനം ഹലാക്ക് വന്ന് ചെല്ലിച്ചക്ക ജന്താ ചക്ക ഇജ് മുതലെന്നെ താത്തീന ഇജ് ബീഡിക്കുറ്റി ആക്കീന കാര്യം കഴിഞ്ഞിട്ട് ഒഴിവാക്കീന ഞാനാണ് മുതൽ ഇന്ന ഈ താത്ത നോക്കീന. ആ സാധനം പൂമാല റിയാക്ട് ചെയ്തിട്ടുണ്ടോ? പൂമാലൊക്കെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ബേബിജീൻ്റെ ട്രാക്ക് എന്താ അവസ്ഥ? ബേബിജീൻ്റെ ട്രാക്ക് ഇപ്പോൾ ഏതാ ലാസ്റ്റ് ഇറങ്ങിയേ? ഒരു മസാല എന്ന് പറഞ്ഞിട്ടൊരു ട്രാക്ക് ഇറങ്ങിയിരുന്നു. എനിക്കത് വല്ലാണ്ട് വർക്കായില്ല. ആ സാധനം അല്ലാണ്ട് പിന്നെ തോളിക്കയറ്റി നടന്നോനെ തീട്ടം വാരി എറിഞ്ഞിട്ട് കൊണയാക്കീന. എന്നെ തോളിക്കയറ്റി എന്നെ അത്രയും കൊണ്ടു നടന്ന് ഇന്നെ തന്നെ ഈ തീട്ടം വാരി എടുത്തിട്ട് കൊണ ആക്കീന എന്നുള്ളത്. പക്ഷേ സീന് നമ്മൾ ആലോചിക്കുമ്പോൾ കുറേയൊക്കെ നമ്മളിതൊക്കെ കണ്ടു വന്ന സീനുകളല്ലേ. ഈ ഒട്ടകം മങ്ക സീനുകളൊക്കെ നമ്മളും കണ്ടത് തന്നെയല്ലേ. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. പിന്നെന്താ, അച്ചാറ് എന്നല്ല ടൈറ്റിൽ കണ്ടപ്പോൾ എംഎച്ചാറിനുള്ള ഡിസ്സാണ് തോന്നി. ബട്ട് കേട്ടിട്ടൊരു തേങ്ങയും മനസ്സിലായില്ല. അതന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. അച്ചാറ് എംഎച്ചാറ് പിന്നെ മാങ്ങ അച്ചാറ് അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ പറയുന്നുണ്ട്, അന്ന അങ്ങനെ കൊണ്ടുവന്നതല്ലേ, എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ തോന്നിയിട്ടാ, അതായത് ബീഡിക്കുറ്റിയാക്കാൻ നോക്കിയതാണോ, അതേപോലെ അല്ലാണ്ട് പിന്നെ തോളിക്കയറ്റി നടങ്ങുവാനെ തീട്ടം ഇന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്തു, പിന്നെ ചെറുപ്പടക്കണ കടയിൽ കിടന്നവനെ വന്ന വഴി മറന്നിട്ട് ജിജി ജിജി ആയിന വന്ന വഴി മറന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ ഈ സീനുകളൊക്കെ കണ്ടതല്ലേ. പക്ഷെ എങ്ങോട്ടാണ് പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. പ്ലേസ് മലപ്പുറമാണ്. മലപ്പുറം തന്നെ. മാങ്ങ ആയാലും ചെല്ല മാങ്ങച്ചാറും ചെല്ല ഇജല്ല ആ രീതിയിലാണ് വരുന്നത്. ഇതിൻ്റെ ലിറിക്സ് വായിക്കട്ടെ. കടുകിൻ്റെ കഷ്ണം കണ്ണിയും കൂട്ടി എല്ലാ ചാറും ജല്ല മാങ്ങയാലും ചെല്ല മാങ്ങച്ചാറും ചെല്ല കടുകിൻ്റെ കഷ്ണം കണ്ടിയും കൂട്ടി എല്ലാ ചാറും ജല്ല. ഓക്കെ, പിന്നെന്താ, നല്ല പ്രത്യേകിച്ച് പക്കായിട്ട് മനസ്സിലായ വരി ഇതാണ്. അവിടെ മാങ്ങ നാരങ്ങ നെല്ലിക്ക വെളുത്തുള്ളി അച്ചാർ ആ സാധനം അത് നല്ലോണം മനസ്സിലായി. അവിടെയാണ് ബേബിജി പുതിയ ട്രാക്ക് അനൗൺസ് ചെയ്ത് കണ്ടോ?
ബേബിജിന് ഫീച്ചറിങ് അല്ലേ ഉള്ളൂ, അതിൽ അഭിനയിക്കുന്നല്ലേ ഉള്ളൂ. ട്രാക്ക് ഇതുണ്ടോ, എന്താ അതിൽ പാടുന്നുണ്ടോ? സ്റ്റാറിങ് ബേബിജി എന്ന് അങ്ങനെ എന്തോ കണ്ട. പാടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടാ. ആ 5-6 കഥ ചാറായി പോയി കഥ ഊതിയാക്കി ബൂം കഥ എന്താലേ നോക്കടാ. ഇത് എന്താ ഈ സാധനങ്ങൾ ഊർത്തി വീർപ്പിച്ചിട്ട് ഈ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇതാക്കിയിട്ടാണ് പറയുന്നത്. ഊതി വീർപ്പിക്കുക എന്നൊക്കെ പറയില്ല. കഥ ഊതി വീർപ്പിച്ചത് എന്താണെന്ന് നോക്കടാ. പഞ്ചാര കുഞ്ചു മഞ്ചായി നിൽക്കണത് അഞ്ചായി നിൽക്കണ പെണ്ണായി നിൽക്കണേ മാനു ആയ കഥ പൂട്ടിയാണ്ട് നടക്കണം. ഈ മാനു ആയ കഥ എന്ന് പറയുന്നത് ഈ മാനുപ്പ എന്നൊക്കെ പറയില്ലേ, ആ സാധനമാണെന്ന് എല്ലാം മനസ്സിലായി. എമ്മച്ചാറ് പുതിയ ട്രാക്ക് കേട്ടോ. ആ കിങ്ങിണിച്ചാറല്ലേ, അത് കേട്ട്. സാറായി പിന്നെ ജാറായി സോറായി നീരായി പീരായി ഇജാരായി ചാറായി. ഈ സാധനമൊക്കെ വൃത്തിയിൽ നമ്മുടെ സൗണ്ട് കുറവുണ്ടോ? ഇപ്പോഴും കുറവുണ്ടോ? ഓഫല്ലല്ലോ. കുറവുണ്ടോ? കുറവുണ്ടെങ്കിൽ പറയണേ. ഈ സാധനം വൃത്തിയിൽ നമ്മളെ എന്താ സൗത്ത് സൈഡ് സിഗ്നലിൽ പറഞ്ഞിട്ടുണ്ട്. സൗത്ത് സൈഡ് സിഗ്നൽ ആരും ചെക്ക് ചെയ്യാത്തുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക. സൗത്ത് സൈഡ് സിഗ്നലിൽ സ്റ്റോറിയിൽ വൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം. കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഉണ്ട്. ആലാക്ക് വന്ന് ചെല്ലിച്ചക്കതാ ടെൽമി പോയി വാട്ടി വേണം. ഇതൊക്കെ മൊത്തത്തിൽ നോക്കിയാൽ മതി. മൊത്തം അവലും കഞ്ഞിയുമായല്ലോ. അവിടെ കണ്ടു. ഈ സാധനം തന്നെ. കാര്യമായിട്ട് ഇതിൽ ബ്രേക്ക് ഡൗൺ ചെയ്യാനൊന്നും കിട്ടുന്നില്ല. കാര്യമായിട്ട് പറയാനും ഒന്നുമില്ല. അവനൊന്നും പറഞ്ഞിട്ടുമില്ല. സത്യത്തിൽ ഞാൻ ഡാബ്സിയുടെ പാട്ട് കേൾക്കുന്ന ആളാണ്. ഞാൻ എംഎച്ച്ആറിൻ്റെ പാട്ട് കേൾക്കുന്ന ആളാണ്. ഞാൻ ഇത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ആരോടും ഹെയ്റ്റും ആരോടും പാർഷ്യാലിറ്റിയും കാണിച്ചിട്ട് പറയില്ല. ഞാൻ കുറച്ച് പ്രതീക്ഷിച്ചു. ഡാബ്സിയുടെ ഡിസ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചു അത് നല്ല സീനാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയാണ് അവസ്ഥ ആയിപ്പോയത്.